IPL നാളെ സഞ്ജു സാംസന്റെ രാജസ്ഥാൻ റോയൽസ് ശക്തരായിട്ടുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടാൻ പോവുകയാണ്. നാളെ വൈകിട്ട് 3:30 മുതലായിരിക്കും ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. ഈ ഒരു മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും ഏറ്റുമുട്ടിയ സമയത്തെല്ലാം വളരെ ആവേശകരമായിട്ടുള്ള ഒരു മത്സരമാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. വളരെ ഹൈ സ്കോറിംഗ് ആയിട്ടുള്ള അവസാനം വരെ പൊരുതുന്ന ഒരു മത്സരം നമുക്ക് പല സമയങ്ങളിലും ഹൈദരാബാദും രാജസ്ഥാൻ റോയൽസും തമ്മിലുള്ള മത്സരം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കലും ഒരു വൺ സൈഡഡ് ഗെയിം ആയിട്ട് ഇതുവരെ ആയിട്ടും രാജസ്ഥാൻ റോയൽസും ഹൈദരാബാദും തമ്മിലുള്ള മത്സരം ഇതുവരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ നാളെ നടക്കുന്ന മത്സരം രാജീവ് ഗാന്ധി ഹൈദരാബാദിന് ഹോം ഗ്രൗണ്ടിലാണ് നടക്കാൻ പോകുന്നത്. അതായത് വളരെയധികം ബാറ്റർമാർക്ക് വളരെയധികം ആനുകൂല്യമുള്ള പിച്ചിലാണ് നാളത്തെ മത്സരത്തിന്റെ കളി നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 200+ ഒരു 200 അതിന്റെ മുകളിൽ സ്കോർ വരാൻ നല്ല സാധ്യതയുണ്ട്. ഹൈദരാബാദിലേക്ക് നോക്കുകയാണെങ്കിൽ ട്രാവിസ് ഹെട്ടിനെ പോലത്തെ, അതുപോലെ ഇഷാൻ കിഷൻ, അഭിഷേക് ശർമ്മ, അതുപോലെ ഹെൻറി ക്ലാസിനെ പോലത്തെ ഒരുപിടി മികച്ച ഹിറ്റർമാർ ഉള്ളപ്പോൾ രാജസ്ഥാൻ റോയൽസിന്റെ ബോളർമാരായിട്ടുള്ള സന്ദീപ് ശർമ്മ, ആകാശ് മധുവാൽ, അതുപോലെ ജോഫ്ര ആർച്ചർ, തീക്ഷ്ണ, ഹസ്രംഗയെ പോലത്തെ ഒരു മികച്ച ബോളിംഗ് ലൈനപ്പ് രാജസ്ഥാൻ റോയൽസിനോടൊപ്പം ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ രാജസ്ഥാൻ റോയൽസിന്റെ ബോളിംഗ് ലൈനപ്പും ഹൈദരാബാദിന്റെ ബാറ്റിംഗ് ലൈനപ്പും തമ്മിലുള്ള ഒരു ആവേശകരമായിട്ടുള്ള പോരാട്ടം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാൽ നാളത്തെ മത്സരം റിയൻ പരാഗ് ആയിരിക്കും രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോവുക എന്നുള്ളതാണ് മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുതാപരമായിട്ടുള്ള കാര്യം. എന്നാൽ സഞ്ജു സാംസൺ കളിക്കുമോ കളിക്കില്ല എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. എന്നാൽ ലേറ്റസ്റ്റ് ആയി കിട്ടുന്ന വിവരം അനുസരിച്ച് അദ്ദേഹം നാളത്തെ മത്സരത്തിൽ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതായത് ബാറ്റിങ്ങിന് മാത്രം അദ്ദേഹം മേ ബി ഇറങ്ങാൻ സാധ്യതയുണ്ട്. അതർവൈസ് അദ്ദേഹം ക്യാപ്റ്റൻസിയിലും അതുപോലെ അദ്ദേഹം കീപ്പിങ്ങിലും ഫീൽഡിങ്ങിലും ഒന്നും അദ്ദേഹം ഇറങ്ങാൻ സാധ്യതയില്ല. കാരണം NCAന്റെ ക്ലിയറൻസ് അദ്ദേഹത്തിന് ഫീൽഡ് ചെയ്യാനും കീപ്പിംഗ് നടത്താനുള്ള ക്ലിയറൻസ് ഇതുവരെ കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇറങ്ങാൻ സാധിക്കാതെ പോകുന്നത്. ഏതായാലും നാളെ മത്സരം സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ നാളത്തെ മത്സരത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്ലേയിങ് 11 ഏതാണ്? നിങ്ങളുടെ അഭിപ്രായം ഏതായാലും ഈ വീഡിയോക്ക് താഴെ കമന്റായി രേഖപ്പെടുത്തും. പിന്നെ മറ്റൊരു കാര്യം, നാളത്തെ മത്സരത്തിൽ സ്കോർ ഒന്ന് പ്രൊഡിക്റ്റ് ചെയ്താൽ നന്നായിരിക്കും. ഏതായാലും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരേക്കും സൈനിങ് ഓഫ്.